ബംഗാളും ബംഗ്ലാദേശും ഈ രണ്ടു സ്ഥലങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. ബംഗാൾ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണെങ്കിൽ ബംഗ്ലാദേശ് ബംഗാളിനോട് ചേർന്ന് കിടക്കുന്നതും ഇന്ത്യയുടെ ഒരു അയൽരാജ്യവുമാണല്ലോ. ഈ രണ്ടു സ്ഥലത്തും ഇപ്പോൾ അക്രമവും അരാജകത്വവും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമവും വളരെ വ്യാപകമായി തന്നെ നടക്കുകയാണ്. തികച്ചും മുസ്ലിം രാഷ്ട്രമായിട്ടുള്ള ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കുമെതിരെയാണ് അവിടെ അക്രമം നടക്കുന്നതെങ്കിൽ ബംഗാളിലത് ഭൂരിപക്ഷ ജനതയായിട്ടുള്ള ഹിന്ദുക്കൾക്കെതിരെയാണ് നടക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്നതാകട്ടെ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജിയും അവരുടെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസുമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ അധികാര രാഷ്ട്രീയത്തിന് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് മമതാ ബാനർജി. അതിനായി ആരുമായി കൂട്ടുകൂടുവാനും ആരെയും തള്ളിപ്പറയുവാനും അവർ ഒരുക്കവുമാണ്. സ്ത്രീകൾക്ക് നേരെയുള്ള ബലാത്സംഗവും ലൈംഗിക അതിക്രമവും ബംഗാളിൽ ഇപ്പോൾ ഒരു വാർത്തയെ അല്ലാതെയായിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ബംഗാളിലെ RG കാർ മെഡിക്കൽ കോളേജിൽ വെറും 31 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവ വനിതാ ഡോക്ടർ അതിനിഷ്ഠൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ടതിലുള്ള പ്രതിഷേധം അത് ബംഗാളിൽ മാത്രമല്ല രാജ്യം മുഴുവൻ ആളിക്കത്തുകയാണ്. ട്രെയിനി ഡോക്ടറുടെ ഈ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളും ഡോക്ടർമാരും ഇന്ന് സമരരംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്നു. ബംഗാൾ സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു മെഡിക്കൽ കോളേജിൽ അത് എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുള്ള സുരക്ഷാ ജീവനക്കാരടക്കം നിലവിലുള്ള ഒരു മെഡിക്കൽ കോളേജിലാണ് ഇത്തരത്തിൽ നൈറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന യുവതിയായിട്ടുള്ള ഈ ട്രെയിനി ഡോക്ടർ കൊല്ലപ്പെട്ടത്. ഇത് തീർത്തും മമതാ ബാനർജിയുടെ സർക്കാരിൻ്റെ വലിയ കഴിവുകേടും പിഴവുമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സംഭവത്തിൽ തൃണമൂൽ സർക്കാരിനെതിരെയുള്ള വലിയ പ്രതിഷേധമായതിനാലാവണം മമതാ ബാനർജി ഈ വിഷയത്തിൽ ശക്തമായ നടപടികൾ എടുക്കുമെന്ന് സാധാരണഗതിയിൽ പറയുന്ന പോലെ ഈ കാര്യത്തിലും ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ മമതാ ബാനർജിയുടെ വാക്കുകളിൽ ഒരു ആത്മാർത്ഥതയും ഇല്ലാത്തതാണെന്ന് അത് പലകുറി ബംഗാളിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. നാഴികയ്ക്ക് 40 വട്ടവും കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റം പറയുകയും അവരെ പലപ്പോഴും പഴിചാരുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയാണ് മമതാ ബാനർജി. എന്നാൽ ഇപ്പോൾ വനിതാ ഡോക്ടറുടെ ഈ കൊലപാതകത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരക്കെ ആക്ഷേപമുള്ളതിനാൽ കേസിൽ അന്വേഷണം പൂർത്തിയാക്കുവാൻ സംസ്ഥാന പോലീസിന് ആയില്ല എങ്കിൽ അത് CBIയെ അന്വേഷണം ഏൽപ്പിക്കുമെന്നാണ് അവർ ഇപ്പോൾ പറയുന്നത്. കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതിയായിട്ടുള്ള സഞ്ജയ് റോയ് എന്നയാൾ അയാൾ നിത്യേന ആശുപത്രിയിൽ വന്നു പോകുന്നതും ഒരു സിവിൽ വാളണ്ടറിയുമാണ്. ആശുപത്രിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം വഹിക്കുന്ന ഒരാളും കൂടിയാണ് ഇയാൾ. അപ്പോൾ ഈ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ മറികടന്നുകൊണ്ട് ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ വെളുപ്പിന് 3 മണിക്കും 5 മണിക്കും ഇടയിൽ നടത്തിയിട്ടുള്ള ഈ ബലാത്സംഗത്തിലും സ്വകാര്യ അവയവങ്ങളടക്കം ശരീരമാസകലം വലിയ മുറിവുകളെ ഏൽപ്പിച്ച് നടത്തിയ ഈ ആക്രമണത്തിലും കൊലപാതകത്തിനും പിന്നിൽ സഞ്ജയ് റോയ് മാത്രമല്ല ഉള്ളതെന്ന് അത് കൊല്ലപ്പെട്ട ഡോക്ടറുടെ കുടുംബം മാത്രമല്ല ഇവിടെ എല്ലാവരും തന്നെ അങ്ങനെ വിശ്വസിക്കുന്നവരാണ്. മാത്രമല്ല അതങ്ങനെ തന്നെ കരുതുവാനുള്ള കാരണങ്ങളുമുണ്ട്. ഡോക്ടറുടെ കൊലപാതകത്തിന് ശേഷം കുടുംബത്തെ വിളിച്ചറിയിച്ച ആശുപത്രി അധികൃതരാവട്ടെ അവർ പറഞ്ഞത് ഡോക്ടർ ആശുപത്രിയിൽ വെച്ച് ആത്മഹത്യ ചെയ്തുവെന്നാണ്. ഈ കാര്യം കുടുംബാംഗങ്ങൾ വാർത്താമാധ്യമങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ പറഞ്ഞിട്ടുമുണ്ട് ഈ കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ സംഭവത്തിലെ യഥാർത്ഥ കുറ്റവാളികളെ പിടികൂടണമെന്ന് അത് വിവിധ കോണുകളിൽ നിന്നും ഇപ്പോൾ ആവശ്യമുയരുന്നതും. നിൽക്കക്കള്ളില്ലാതെയും പിടിച്ചു നിൽക്കുവാൻ കെൽപ്പില്ലാതെയുമാണ് മമതാ ബാനർജി സംസ്ഥാന പോലീസിന് കേസന്വേഷിക്കുവാൻ ഒരു നിശ്ചിത സമയം കൊടുത്തിട്ടുണ്ട് എന്നും ഇതിൽ അന്വേഷണം പൂർത്തീകരിക്കാൻ സാധ്യമാവാതെ വന്നാൽ അത് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന CBIയെ അന്വേഷണ ചുമതല ഏൽപ്പിക്കുമെന്നും മമതാ ബാനർജി പറയുന്നുണ്ടുവെങ്കിൽ അത് മമതയ്ക്കേറ്റ ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ്. കാരണം കേന്ദ്ര ഗവൺമെന്റിൻ്റെതായിട്ടുള്ള ഒരു നിർദ്ദേശവും നേരാവണ്ണം അംഗീകരിക്കാത്ത മമതാ ബാനർജി ഇപ്പോൾ ട്രെയിനി ഡോക്ടറുടെ ഈ കൊലപാതകത്തെ സംബന്ധിച്ചുള്ള കേസിൽ കേന്ദ്ര അന്വേഷണ വിഭാഗത്തെ ആവശ്യപ്പെടുമെന്ന് സംസ്ഥാനത്തെ ജനങ്ങളായി ഇങ്ങനെ പറയുമ്പോൾ മമതാ ബാനർജിയുടെ നിലനിൽപ്പ് അപകടത്തിലാണെന്നൊരു സൂചനയാണ് കൂടിയാണത്. പശ്ചിമ ബംഗാളിൽ രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് നേരെയുള്ള അതിക്രമവും അവരുടെ കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് നേരെയുള്ള ബലാത്സംഗവും അത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. സ്ത്രീകളെ നഗ്നരായി തെരുവിൽ ആക്രമിക്കുന്ന സംഭവങ്ങൾ വരെ പശ്ചിമ ബംഗാളിൽ ഉണ്ടായിരിക്കുന്നു. ഈ നിലയ്ക്ക് പോയാൽ മമതാ ബാനർജി അടക്കമുള്ള സ്ത്രീകൾക്ക് നേരെ പോലും അതിക്രമമുണ്ടാകുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായില്ല എന്നുള്ള ആ ചോദ്യം ബംഗാളിൽ ഇപ്പോൾ ബാക്കി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധമാണ് വരുന്ന ദിവസങ്ങളിൽ ബംഗാളിൽ ഉയരുന്നത്. അതിൽ കൊടിയുടെ നിറമോ മതമോ ജാതിയോ ഒന്നുമില്ല. ഇപ്പോൾ ആഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ സ്ത്രീകളുടേതായിട്ടുള്ള പ്രതിഷേധം ബംഗാളിൽ ആഹ്വാനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമാണെങ്കിൽ അതിൻ്റെ തലേ ദിവസം ബംഗാളിൽ നടക്കുന്ന ഈ പ്രതിഷേധം അത് സ്വാതന്ത്ര്യത്തിൻ്റെ അർദ്ധരാത്രിയിൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനായി എന്നതാണ് അതിൻ്റെ മുദ്രാവാക്യം.
രാത്രി 11:55 ഈ പരിപാടി. ബംഗാളിലെ പ്രമുഖ സിനിമാ നടന്മാരായിട്ടുള്ള സ്വസ്തിക മുഖർജിയും ചുർണി ഗാംഗുലിയും അടക്കമുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾ സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ നടക്കുന്ന ഈ മീറ്റിംഗ് പോയിന്റുകളിൽ അവിടേക്ക് എത്തിച്ചേരുവാനായി ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അർദ്ധരാത്രിയിൽ നടക്കുന്ന ഈ സ്ത്രീകളുടെ ഈ പ്രതിഷേധത്തിൽ പുരുഷന്മാരും പങ്കാളികളുമാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മമതാ ബാനർജിക്ക് നേരെയുള്ള വലിയ ഒരു ചെറുത്തുനിൽപ്പും തിരിച്ചടിയും പ്രതിഷേധവുമായി 2024 സ്വാതന്ത്ര്യദിനം പശ്ചിമ ബംഗാളിൽ മാറുകയാണ്.